ഹലോ, വെൽക്കം ടു അവർ ചാനൽ ധ്രുവി ധ്വനി വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മഹാദേവേശ്വരം കിളിമാനൂർ മഹാദേവേശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് വൈകിയാണ് ഞങ്ങൾ പോയത്. ഏട്ടൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്പലത്തിലേക്ക് കയറാൻ തുടങ്ങുമായിരുന്നു കേട്ടോ ഘോഷയാത്ര. എങ്കിൽ ഞങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് വലിയ ഘോഷയാത്രയായിട്ടൊന്നും ഇല്ല കേട്ടോ, ഒരുപാട് ഇതൊന്നുമില്ല, എന്നാലും അത്യാവശ്യം എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ തെയ്യമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഉത്സവത്തിന് പോകുന്നത്. അപ്പം ഈ ചെണ്ടമേളമൊക്കെ കേൾക്കുമ്പോൾ അവർക്കൊരു പേടി ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു, അവരെല്ലാം കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ഒരുപാട് അന്ന് ഉത്സവ സീസൺ ആയിരുന്നു കേട്ടോ, അന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവർ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ മുത്തപ്പനില്ലേ, ഈ വേഷം കിട്ടിയ ആൾ നമ്മളെ അടുത്ത് വന്നിരുന്നു. ഇങ്ങനെ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ അടുത്ത് വന്നിങ്ങനെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സ് വല്ലാണ്ട് നിറഞ്ഞു കേട്ടോ. ഇങ്ങനെ അടുത്ത് വന്നിങ്ങനെ മണിയെട്ടി കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാം കണ്ട് നല്ലപോലെ എൻജോയ് ചെയ്തിട്ടോ. സത്യം പറഞ്ഞാൽ പോകണില്ല എന്നും വിചാരിച്ചിരുന്നത്. കാരണം വെച്ചാൽ ഇവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് അറിയത്തില്ലല്ലോ ഇത്രയും ബഹളത്തിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ആദ്യമായിട്ടല്ലേ പോകുന്നത്, എന്നാലും എല്ലാം ഒന്ന് കാണിക്കാമെന്നും വിചാരിച്ചാണ് കൊണ്ടുപോയത്. അപ്പോൾ ഇത് എൻ്റെ കൂടെയുള്ളത് ഏട്ടൻ്റെ അമ്മയാണ് കേട്ടോ. ഏട്ടൻ്റെ അമ്മ ഒരാളെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ്റെ അനിയനും അമ്മയൊക്കെ ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. ഇതുപോലെ ഇതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഈ പാവക്കൂത്ത് കാണാനായിട്ട്, പാവക്കൂത്തെന്നാണോ എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഇവർ അതിനടിയിൽ ഒരാളാണുള്ളത്. അവർ ഇത്രയും വെയിറ്റ് വെച്ചുകൊണ്ടാണ് കളിക്കുന്നത്. അതിന് വേണ്ടിയിലൊക്കെ ഒരുപാട് കഷ്ടപ്പാടുണ്ടാവും. നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മുടെ ആൾക്കാരെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേഷങ്ങളാണല്ലേ കിട്ടുന്നത്. ധ്വനി ഇങ്ങനെ ഇടം നോക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നാസിക് ഡോൾ വന്നിട്ടുണ്ടായിരുന്നു. കൊള്ളായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ നാസിക് ഡോളൊക്കെ കേൾക്കുമ്പോഴത്തേനും നമ്മളറിയാതെ അങ്ങ് തുള്ളിപ്പോവും കേട്ടോ. സൗണ്ട് ഇടാത്തതെന്ന് വെച്ചാൽ ഭയങ്കര എല്ലാത്തിൻ്റെയും കൂടെ ഭയങ്കര സൗണ്ടായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ റിയലായിട്ടുള്ള വോളിയം ഇടാത്തത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ കണ്ട് ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിൽ വരികയാണ് കേട്ടോ ഉണ്ടായത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ ഉത്സവങ്ങളെന്നൊക്കെ ഒന്ന് പറയാൻ പറ്റുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അങ്ങനെ അമ്മ ഈ ലൈറ്റൊക്കെ വെച്ചിട്ടുള്ളൊരു ബലൂൺ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ എന്തായിരുന്നു, ഈ മത്തങ്ങ ബലൂണും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളായിരുന്നു. ഇപ്പം കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണല്ലേ. അപ്പോൾ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ 100 രൂപയാണ് അതിന്. അങ്ങനെ അമ്മ അത് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉത്സവം കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോഴത്തേക്കിന് കുറേ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടി കേട്ടോ. ഇങ്ങനൊരു ബലൂൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് 2ാമത്തെ ദിവസമായപ്പോൾ അതിൻ്റെ കാറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ലൈറ്റും അതുപോലെ തന്നെ അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ 2 പാവ, ഇത് അനിയും മേടിച്ച് കൊടുത്തതാണ് കേട്ടോ. ഇതും പണ്ടുമുള്ള ടോയ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിങ്ങനെ കണ്ണടയ്ക്കും തുറക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് പേടിയാവുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് കൊടുത്തില്ല. കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം റെഡിയാക്കി വയ്ക്കുക. അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. അതുപോലെ ഷോക്കേസിൽ വെച്ചേക്കുവാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ടോയാണ് കേട്ടോ. ഇത് അമ്മ മേടിച്ച് കൊടുത്തതാണ്. നല്ല രസമുണ്ട് കേട്ടോ, ബാർബി ഡോളിനെ പോലെ. ഇത് കൈ കൊടുക്കാമെന്ന് വെച്ചാൽ ഇതിൻ്റെ തൊപ്പിയും ഡ്രസ്സും എല്ലാം അവർ വലിച്ചൊരു കളയും. അതുകൊണ്ടാണ് അത് കൊടുക്കാതിരിക്കുന്നത്. അല്ലാണ്ട് ഞാൻ ഷോക്കേസ് വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കുട്ടികളായതിനു ശേഷം നമ്മുടെ കുട്ടികൾക്ക് മറ്റുള്ളവരൊക്കെ മേടിച്ച് കൊടുക്കുന്നത് കാണുമ്പോൾ നമുക്ക് ആ ഒരു പഴയ കാലഘട്ടം നമുക്ക് ഓർമ്മ വരും കേട്ടോ. ഞങ്ങളുടെ കുഞ്ഞിലേക്ക് ഞങ്ങൾ റിലേറ്റീവ്സൊക്കെ ഇങ്ങനെ മേടിച്ച് കൊടുക്കുന്നതൊക്കെ ആയിരുന്നു എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബൈ.